നമസ്കാരം. മീഡിയ ആരംഭിക്കുകയാണ്. പ്രധാന വാർത്തകളാദ്യം. ശരി, ഗസയിലും ലബനാനിലും ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേൽ. വിവരങ്ങളാണ് MC നാസർ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോകുമ്പോൾ പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ഖത്തറും തുർക്കിയും വിവിധ കരാറുകളിൽ ഒപ്പുവെച്ചു. ഖത്തർ അമീറും തുർക്കി പ്രസിഡന്റും തമ്മിലുള്ള ചർച്ചയിൽ ഗസ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി. ഖത്തർ തുർക്കി സുപ്രീം സ്ട്രാറ്റജിക് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിനാണ് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി തുർക്കിയിലെത്തിയത്. തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാനുമായി നടത്തിയ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിനൊപ്പം മേഖലയിലെ വിഷയങ്ങളും ചർച്ചയായി. ഗസയിലും ഫലസ്തീൻ പ്രദേശങ്ങളിലും ലബനനിലും തുടരുന്ന ഇസ്രായേൽ ആക്രമണങ്ങൾ ഇരു രാഷ്ട്ര നേതാക്കളും വിലയിരുത്തി. തുർക്കിയിൽ പ്രസിഡൻഷ്യൽ കോംപ്ലക്സിൽ അമീറിന് ഉജ്ജ്വല സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. തുടർന്ന് അമീറും തുർക്കി പ്രസിഡന്റും 10ാമത് സുപ്രീം സ്ട്രാറ്റജിക് കമ്മിറ്റി യോഗത്തിന് നേതൃത്വം നൽകി. പ്രതിരോധം, സാമ്പത്തികം, മാനവവിഭവശേഷി, സ്പോർട്സ് തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണത്തിന് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി അടക്കമുള്ള ഉന്നതതല സംഘവും അമീറിനെ അനുഗമിച്ചിരുന്നു. മീഡിയ 1 ദോഹ. ഇന്ത്യ സൗദി സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് സഹകരണ കൗൺസിൽ രൂപീകരിച്ചു. ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാരുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല സമിതി യോഗത്തിലാണ് കൗൺസിൽ രൂപീകരണം പൂർത്തിയാക്കിയത്. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് സഹകരണ കൗൺസിൽ രൂപീകരിച്ചു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കറിന്റെയും സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാറിന്റെയും അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല സമിതിയാണ് കൗൺസിലിന് രൂപം നൽകിയത്. ഹ്രസ്വ സന്ദർശനാർത്ഥം സൗദി വിദേശകാര്യമന്ത്രിയും സംഘവും കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തിയിരുന്നു. സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പങ്കാളിത്ത കൗൺസിൽ സ്ഥാപിക്കാൻ നേരത്തെ ധാരണയിലെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള വ്യാപാര വിനിമയത്തിന്റെ അളവ് സമീപ വർഷങ്ങളിൽ ശ്രദ്ധേയമായ വളർച്ചയ്ക്കും സാക്ഷ്യം വഹിച്ചു. കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാര മൂല്യം $53 മില്യൺ ഉയർന്നു. മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നാണ് സൗദി അറേബ്യ. ഇന്ത്യ വലിയ അളവിൽ സൗദിയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുകയും അതേസമയം സൗദി അറേബ്യയിലേക്ക് മരുന്നുകൾ, രാസവസ്തുക്കൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, യന്ത്രങ്ങൾ തുടങ്ങി നിരവധി ചരക്കുകൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മീഡിയ 1 ദമാം. ലുലു ഷെയറുകൾ അബുദാബി ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തു. ഇന്ത്യക്കാരുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ ഗൾഫിലെ ഏറ്റവും വലിയ ലിസ്റ്റിംഗ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയാണ് ഓഹരികൾ ട്രേഡിംഗ് ആരംഭിച്ചത്. 3, 2, 1. അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ UAE നിക്ഷേപ മന്ത്രി മുഹമ്മദ് ബിൻ ഹസൻ അൽ സുവൈദി, ലുലു ചെയർമാൻ MA യൂസഫ് അലി എന്നിവർ ചേർന്നാണ് ട്രേഡിംഗിന് മണിമുഴക്കിയത്. ADXിലെ 100ാമത്തെ ലിസ്റ്റിംഗ് ആയിരുന്നു ലുലു റീറ്റെയിലിന്റെ ഓഹരികൾ. ഓഹരിയിലെ പൊതുപങ്കാളിത്തം ലുലുവിനെ കൂടുതൽ ജനകീയമാക്കുമെന്ന് UAE നിക്ഷേപ മന്ത്രി മുഹമ്മദ് ബിൻ ഹസൻ അൽ സുവൈദി പറഞ്ഞു. നിക്ഷേപകർ ലുലുവിൽ അർപ്പിച്ച വിശ്വാസമാണ് ലിസ്റ്റിംഗിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്ന് ലുലു ചെയർമാൻ MA യൂസഫ് അലി പ്രതികരിച്ചു. ലോകത്തിലെ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഏറ്റവും ശക്തരും പ്രബലരുമായ, ലോകത്തിലെ സാമ്പത്തിക സമ്പദ്ഘടനയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഈ അബുദാബിയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഞങ്ങളുടെ കമ്പനി ലിസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ സർവശക്തനായ അള്ളാഹുവിനെ, ദൈവത്തിനെ ഞാൻ സ്തുതിക്കുകയാണ്. 25 ടൈംസാണ് നമ്മൾ ഓവർ സബ്സ്ക്രൈബ് ചെയ്തത്. അത് എനിക്കും അബുദാബിക്കും ഈ രാജ്യത്തിനും നേട്ടമാണ്. സൗദി അറേബ്യയിലെ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ ഫണ്ട് അടക്കം, കുവൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി, ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി, ബഹ്റൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി, ഒമാൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി, UAEയിലെ 20% അബുദാബി ഗവൺമെൻറ് കൂടാതെ ഇവിടുത്തെ പെൻഷൻ ഫണ്ട് അടക്കം വലിയ വലിയ പ്രൈവറ്റ് കമ്പനികളടക്കത്തിൽ നിക്ഷേപിക്കുകയുണ്ടായി. നികുതിക്ക് ശേഷമുള്ള ലാഭത്തിന്റെ 75% ഓഹരി നിക്ഷേപകർക്ക് ലാഭവിഹിതമായി നൽകുന്നത് പരിഗണിക്കുമെന്ന് ലുലു നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഒക്ടോബർ 28-ന് ആരംഭിച്ച പ്രാരംഭ ഓഹരി വിൽപ്പനയിൽ 3.12 ലക്ഷം കോടി രൂപയുടെ സബ്സ്ക്രിപ്ഷൻ അപേക്ഷകളാണ് ലഭിച്ചത്. 89% നിക്ഷേപ സ്ഥാപനങ്ങൾക്കും 10% റീറ്റെയിൽ നിക്ഷേപകർക്കും 1% ഓഹരികൾ ജീവനക്കാർക്കുമായാണ് വകയിരുത്തിയത്. $574 കോടി ലുലു റീറ്റെയിലിന്റെ വിപണി മൂല്യം. മീഡിയ 1 അബുദാബി. മഴ ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തിയ ഖത്തർ. രാജ്യത്ത് 110 ഇടങ്ങളിൽ പ്രാർത്ഥന നടന്നു. അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അല്ലാഹു അക്ബർ. ഇത്തവണ മഴക്കാലം എത്തിയിട്ടും കാര്യമായി മഴ ലഭിക്കാത്തതിനെ തുടർന്നാണ് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി
പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചര്യ പിന്തുടർന്ന് നടത്തിയ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് രാജ്യത്താകമാനം സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. 110 ഇടങ്ങളിലാണ് മതകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നമസ്കാരം നടന്നത്. അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ലുസൈലിലെ പ്രാർത്ഥനാ ഗ്രൗണ്ടിൽ നമസ്കാരത്തിൽ പങ്കെടുത്തു. അമീറിന്റെ പേഴ്സണൽ റെപ്രസെന്റേറ്റീവ് ഷെയ്ഖ് ജാസിം ബിൻ ഹമദ് അൽ താനി, ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഖലീഫ അൽ താനി, ഷെയ്ഖ് ജാസിം ബിൻ ഖലീഫ അൽ താനി തുടങ്ങിയവരും മന്ത്രിമാരും അമീറിനൊപ്പം ലുസൈലിൽ പ്രാർത്ഥനയ്ക്കെത്തി. സുപ്രീം ജുഡീഷ്യറി കൗൺസിൽ അംഗം ഡോക്ടർ തഖീൽ സായിർ അൽ ഷമാരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പാപമോചനം തേടാനും ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കാനും അദ്ദേഹം വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. മീഡിയ 1 ദോഹ. ഒമാനിൽ താപനില കുറയുന്നു. തീരപ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും രാത്രി തണുത്ത കാലാവസ്ഥയിലേക്ക് മാറിയതോടെ ആളുകൾ പുറത്തിറങ്ങി തുടങ്ങി. ഇതോടെ മസ്കത്ത് ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ രാത്രികാല ക്യാമ്പുകൾ സജീവമാകും. താപനിലയിൽ പ്രകടമായ മാറ്റം വന്നതോടെയാണ് ആളുകൾ കൂട്ടത്തോടെ പുറത്തിറങ്ങാൻ തുടങ്ങുകയും ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ സജീവമാകാൻ തുടങ്ങിയത്. ഒമാൻ മെട്രോളജി റിപ്പോർട്ട് അനുസരിച്ച് രാജ്യം വിന്റർ സീസണിലേക്ക് കടന്നിട്ടുണ്ട്. ദാഹ്ലിയയിലെ സൈ കുന്നിൻ മുകളിലാണ് ഏറ്റവും കുറഞ്ഞ താപനിലയായ 12.2 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. ദോഫാറിലെ തുംറൈറ്റിൽ 17.2 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തുന്നുണ്ട്. താപനില കുറഞ്ഞ് തണുപ്പ് ആസന്നമാകുന്നതോടെ മസ്കത്ത് ഉൾപ്പെടെ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ ക്യാമ്പിങ്ങുകൾ സജീവമാകും. ക്യാമ്പിങ്ങിന് വളരെ സുരക്ഷിതമായ രാജ്യമാണ് ഒമാൻ. സാധാരണയായി ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് അനുയോജ്യമായ സമയം. റാസൽ ഹദ്, തെക്ക് സലാല, ദോഫാറിലെ അൽ മുക്സൈൽ അല്ലെങ്കിൽ മസീറ ദ്വീപ് എന്നിവയെല്ലാം ക്യാമ്പിംഗ് പ്രേമികളുടെ ഇഷ്ട ഇടങ്ങളാണ്. മസ്കത്ത് ഗവർണറേറ്റിൽ ക്യാമ്പ് ഒരുക്കുന്നതിന് മസ്കത്ത് മുനിസിപ്പാലിറ്റി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതേസമയം ശീതകാലം ആസ്വദിക്കാനായി സുൽത്താനിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് തുടരുകയാണ്. ഉസ്ബാക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കന്റിൽ നിന്ന് നേരിട്ടുള്ള ആദ്യ വിമാനം സലാല എയർപോർട്ടിലെത്തി. വർഷം മുഴുവനും ആഗോള വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ഒമാനെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നേരിട്ടുള്ള വിമാന സർവീസ്. മീഡിയ 1 മസ്കത്ത്. കുവൈറ്റിൽ വരും ദിവസങ്ങളിൽ പകൽ സമയത്ത് മിതമായ കാലാവസ്ഥയും രാത്രിയിൽ തണുപ്പും തുടരും. നേരിയ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വെള്ളിയാഴ്ച പരമാവധി താപനില 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെയാകും. ശനിയാഴ്ച പകൽ പരമാവധി താപനില 29 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കുവൈറ്റിൽ ക്യാമ്പിംഗ് സീസൺ ആരംഭിച്ചു. നവംബർ 15 മുതൽ മാർച്ച് 15 വരെയാണ് മരുഭൂമിയിൽ ശൈത്യകാല തമ്പുകളിൽ താമസിക്കുന്ന സീസൺ. ക്യാമ്പിംഗ് സീസൺ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഔദ്യോഗിക വക്താവ് മുഹമ്മദ് സന്തൻ അറിയിച്ചു. മുനിസിപ്പാലിറ്റി നിർണയിച്ചു നൽകിയ മരുപ്രദേശങ്ങളിൽ മാത്രമാണ് തമ്പുകൾ പണിയാൻ അനുമതിയുള്ളത്. സർക്കാർ ഏകീകൃത ആപ്ലിക്കേഷനായ സഹല വഴിയോ കുവൈത്ത് മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ആണ് ക്യാമ്പിംഗ് സൈറ്റുകൾക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആവശ്യമായ പെർമിറ്റ് നേടാതെ സ്പ്രിംഗ് ക്യാമ്പ് സ്ഥാപിക്കുകയോ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുന്നവരിൽ നിന്ന് 3000 മുതൽ 5000 ദിനാർ വരെ പിഴ ചുമത്തും. മറ്റ് വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവമായിരിക്കും ഈ വർഷമെന്ന് സന്തൻ പറഞ്ഞു. ക്യാമ്പ് സൈറ്റുകളിൽ നിർമ്മാണ സാമഗ്രികൾ, മൺതടങ്ങൾ, വേലികൾ എന്നിവ ഉപയോഗിച്ച് സ്ഥിരമായ സംവിധാനം ഒരുക്കരുത്. യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് നിലം നിരപ്പാക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. ക്യാമ്പിൽ താമസിക്കുന്നവർ നിശ്ചിത സ്ഥലങ്ങളിൽ മാലിന്യം സംസ്കരിക്കുകയും നീക്കം ചെയ്യുകയും വേണം. വന്യജീവികളെയും അവയുടെ കുഞ്ഞുങ്ങളെയും വേട്ടയാടുകയോ കൊല്ലുകയോ പിടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരിസ്ഥിതിയും പൊതുസുരക്ഷയും സംരക്ഷിക്കുന്നതിന് മുനിസിപ്പാലിറ്റി പ്രതിജ്ഞാബദ്ധമാണെന്നും സന്തൻ പറഞ്ഞു. തണുപ്പ് ആസ്വദിച്ചുകൊണ്ട് മരുഭൂമിയിൽ രാപ്പാർക്കൽ അറബികളുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. മീഡിയ 1 കുവൈത്ത്. UAE റാസൽ ഖൈമയിലെ അധ്യാപകർക്ക് ഗോൾഡൻ വിസ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, അധ്യാപകർ എന്നിവർക്ക് 10 വർഷം കാലാവധിയുള്ള ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാം. റാസൽ ഖൈമ വിദ്യാഭ്യാസ വകുപ്പാണ് അധ്യാപകർക്ക് ഗോൾഡൻ വിസ നൽകാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. യോഗ്യരായ സ്കൂൾ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ എന്നിവർക്ക് പുറമെ സർക്കാർ സ്കൂളിലും സ്വകാര്യ സ്കൂളിലും നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ എന്നിവർക്ക് വിസയ്ക്ക് അപേക്ഷിക്കാം. വിദ്യാഭ്യാസ വകുപ്പായ റാക് DOKയിലാണ് അപേക്ഷ നൽകേണ്ടത്. യോഗ്യത പരിശോധിച്ച് വകുപ്പ് ICPയിലേക്ക് കത്ത് നൽകും. അപേക്ഷകർ കുറഞ്ഞത് 3 വർഷമെങ്കിലും റാസൽ ഖൈമയിലെ താമസക്കാരായിരിക്കണം. മാസ്റ്റർ ഡിഗ്രിയോ PhDയോ വേണം. ഈ യോഗ്യതയ്ക്ക് UAE വിദ്യാഭ്യാസ മന്ത്രാലയം നൽകുന്ന ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, സ്കൂൾ നിയമന ഉത്തരവ് എന്നിവ സഹിതമാണ് അപേക്ഷിക്കേണ്ടത്. സ്കൂൾ പ്രിൻസിപ്പൽമാരും വൈസ് പ്രിൻസിപ്പൽമാരും സ്കൂളിന്റെ നിലവാരമുയർത്താൻ സംഭാവന നൽകിയവരാവണം. വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് നൽകിയ സേവനം കൂടി പരിഗണിച്ചാണ് അധ്യാപകർക്ക് ഗോൾഡൻ വിസ നൽകുക. മീഡിയ 1 റാസൽ ഖൈമ.
സൗദി ദേശീയ ബാങ്കായ സാമ രാജ്യത്തെ വാലറ്റുകൾക്കുള്ള നിയമങ്ങളും ചട്ടങ്ങളും പുറത്തിറക്കി. നേരത്തെ പൊതുജനാഭിപ്രായം തേടി പുറത്തിറക്കിയ ഡ്രാഫ്റ്റ് നിയമങ്ങളാണ് ഭേദഗതികളോടെ അംഗീകരിച്ചത്. രാജ്യത്തെ സാമ്പത്തിക മേഖല വികസിപ്പിക്കുന്നതിനും ഇലക്ട്രോണിക് മണി ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ശാക്തീകരിക്കുന്നതിനുമുള്ള സാമയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് നിയമങ്ങളും ചട്ടങ്ങളുമെന്ന് സാമ വൃത്തങ്ങൾ വ്യക്തമാക്കി. വാലറ്റ് നിയമങ്ങൾ മാർക്കറ്റ് പങ്കാളികളെ സംരക്ഷിക്കുന്നതിനും മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിനും ഊന്നൽ നൽകുന്നു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന അംഗീകൃത EMI-കൾ പാലിക്കേണ്ട പ്രസക്തമായ റെഗുലേറ്ററി നിർദ്ദേശങ്ങളാണ് ഇവയിൽ പ്രധാനപ്പെട്ടവ. ഇലക്ട്രോണിക് വാലറ്റുകൾ തുറക്കുന്നതിനുള്ള ആവശ്യകതകൾ, ഉപയോക്താക്കളുടെ വിവരശേഖരണവും സ്ഥിരീകരണവും, നിഷ്ക്രിയ വാലറ്റുകൾ വർഗീകരിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള പരിഗണനകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളും നിബന്ധനകളും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. സുതാര്യതയും പൊതുപങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നേരത്തെ പൊതുജനങ്ങളിൽ നിന്നും വിദഗ്ധരിൽ നിന്നും അഭിപ്രായങ്ങൾ ആരാഞ്ഞ് ഡ്രാഫ്റ്റ് നിയമാവലി പുറത്തിറക്കിയിരുന്നു. മീഡിയ വൺ, ദമാം. ഈ വർഷം മൂന്നാം പാദത്തിന്റെ അവസാനത്തോടെ ഒമാന്റെ പൊതുവരുമാനം 9.19 ബില്യൺ റിയാലിലെത്തി. 2023 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 4% വർധനവാണ് രേഖപ്പെടുത്തുന്നത്. എണ്ണ വരുമാനത്തിലെ 12% വർധനവാണ് വരുമാനത്തിലെ വളർച്ചയ്ക്ക് കാരണം. 2024 മൂന്നാം പാദത്തിന്റെ അവസാനത്തോടെ അറ്റ എണ്ണ വരുമാനം 5436 മില്യൺ റിയാലിലെത്തിയിട്ടുണ്ട്. 2023 ഇതേ കാലയളവിൽ 4838 മില്യൺ റിയാലായിരുന്നു. അതായത് 12% വർധന. ബാരലിന് $83 ശരാശരി എണ്ണവില. പ്രതിദിനം ശരാശരി 9,99,000 ബാരൽ എണ്ണ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒമാൻ എനർജി ഡെവലപ്മെന്റ് കമ്പനി എണ്ണ വരുമാനം ശേഖരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന രീതിശാസ്ത്രത്തിലെ മികവാണ് എണ്ണ വരുമാനത്തിലെ ഉയർച്ചയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ വാതക വരുമാനത്തിൽ 15% ഇടിവ് വന്നിട്ടുണ്ട്. 2023 ഇതേ കാലയളവിൽ 1583 മില്യൺ റിയാലായിരുന്നെങ്കിൽ ഇപ്പോഴത് 1345 മില്യണാണ്. 2024 മൂന്നാം പാദത്തിന്റെ അവസാനത്തോടെ പൊതുചെലവ് 8% വർദ്ധിച്ച് 8.72 ബില്യൺ ആയിട്ടുണ്ട്. 2024 മൊത്തം അനുവദിച്ച വികസന ഫണ്ടിന്റെ 93% വിനിയോഗ നിരക്ക്. സാമൂഹിക സംരക്ഷണ സംവിധാനം, വൈദ്യുതി മേഖല, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കുള്ള സർക്കാരിന്റെ സംഭാവനകളും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം 14.4 ബില്യൺ റിയാലാണ് പൊതുകടം. മീഡിയ വൺ, മസ്കത്ത്. ഒമാന്റെ 54ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച ടിക്കറ്റ് നിരക്കിൽ മികച്ച ഓഫറുമായി സലാം എയർ. തലസ്ഥാനമായ മസ്കറ്റിൽ നിന്നും തെക്കൻ നഗരമായ സലാലയിലേക്കുള്ള ടിക്കറ്റിന് 9.99 റിയാൽ മുടക്കിയാൽ മതിയാകും. എയർലൈൻ്റെ ലൈഫ് ഫെയർ പാക്കേജിലെ ബുക്കിംഗുകൾക്ക് ഓഫറുകൾ വർഷം മുഴുവൻ ലഭ്യമാകുമെന്നും അധികൃതർ അറിയിച്ചു. UAE-യിലെ ആദ്യത്തെ സ്മാർട്ട് ഗ്രീൻ ഹൗസ് അജ്മാനിലെ നോർത്ത് ഗേറ്റ് ബ്രിട്ടീഷ് സ്കൂളിൽ സ്ഥാപിച്ചു. കൃഷി പ്രോത്സാഹിപ്പിക്കാൻ UAE പ്രഖ്യാപിച്ച പ്ലാന്റ് എമിറേറ്റ് പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രീൻ ഹൗസ് സ്ഥാപിച്ചത്. മണ്ണിലെ ഈർപ്പത്തിന്റെ അളവ് മനസ്സിലാക്കി ജലസേചനവും താപനില അളന്ന് ഫാനുകളും പ്രവർത്തിപ്പിക്കുന്ന ഗ്രീൻ ഹൗസാണിത്. തിരികെ വാർത്തകളിലേക്ക്. 5 കോടി രൂപയിലധികം സമ്മാനവുമായി ഫോട്ടോഗ്രഫി അവാർഡ് പ്രഖ്യാപിച്ച ഖത്തർ സാംസ്കാരിക മന്ത്രാലയം. ആകെ 6 വിഭാഗങ്ങളിലായാണ് അവാർഡുകൾ നൽകുക. ഖത്തറിലെ ദർബൽസായിൽ സമാപിച്ച ഫോട്ടോഗ്രാഫി ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. ഖത്തറിന്റെ പ്രകൃതിയും പൈതൃകവും എല്ലാം ക്യാമറയിലാക്കി ലോകത്തിന് മുന്നിലെത്തിക്കാനുള്ള അവസരം കൂടിയാണ് അവാർഡ്. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്കും മുതിർന്നവർക്കുമായി 2 വിഭാഗങ്ങളിലായി വിവിധ ഫോട്ടോഗ്രാഫി മത്സരങ്ങളാണ് നടക്കുന്നത്. 18 വയസ്സിൽ താഴെയുള്ള ഖത്തറി റെസിഡൻസിന് വേണ്ടിയുള്ള മത്സരത്തിൽ 30,000 റിയാലാണ് ഒന്നാം സമ്മാനം. മുതിർന്നവർക്ക് 5 ഇനങ്ങളിൽ മത്സരം നടക്കും. ഖത്തറിന്റെ സൗന്ദര്യം പകർത്തുന്ന ഖത്തർ വിഭാഗം, 6 മുതൽ 10 ഫോട്ടോകളിലൂടെ കഥ പറയുന്ന സ്റ്റോറി ടെല്ലിംഗ്, ഖത്തർ ഫോട്ടോഗ്രാഫി സെന്ററിൽ നിന്നും പരിശീലനം നേടിയവർക്കുള്ള സ്പെഷ്യൽ കാറ്റഗറി, വീഡിയോ കാറ്റഗറി, കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾക്കായുള്ള ജനറൽ കാറ്റഗറി എന്നിവയാണ് മത്സര വിഭാഗങ്ങൾ. ഇതിൽ ഖത്തർ കാറ്റഗറിയിൽ 5 ലക്ഷം റിയാലാണ് ഒന്നാം സമ്മാനം. 2ാം സ്ഥാനത്തിന് 2 ലക്ഷം റിയാലും 3ാം സ്ഥാനത്തിന് 1.5 ലക്ഷം റിയാലും ലഭിക്കും. മറ്റ് 4 മത്സരങ്ങളിലും 1.5 ലക്ഷം റിയാൽ, 1 ലക്ഷം, 75,000 റിയാൽ എന്നിങ്ങനെയാണ് സമ്മാനത്തുക. ജനറൽ വിഭാഗത്തിൽ കളറിനും ബ്ലാക്ക് ആൻഡ് വൈറ്റിനും പ്രത്യേകം സമ്മാനം നൽകും. മീഡിയ വൺ, ദോഹ. വാണിജ്യ ഉൽപ്പന്നങ്ങളിൽ ദേശീയ ചിഹ്നങ്ങളും ചിത്രങ്ങളും അനധികൃതമായി ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ഒമാൻ വാണിജ്യ മന്ത്രാലയം. സാധുവായ ലൈസൻസ് ഇല്ലാതെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനായി പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ദേശീയ ദിനത്തോടനുബന്ധിച്ചാണ് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം സ്ഥാപനങ്ങളിൽ പരിശോധന കർശനമാക്കിയത്.
സ്വകാര്യ സ്ഥാപനങ്ങൾ, വാണിജ്യ കമ്പനികൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, വിവിധ വാണിജ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ലൈസൻസ് ഇല്ലാതെ രാജകീയ മുദ്രകൾ ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. ഇവ ഉപയോഗിക്കുന്നതിന് ലൈസൻസ് നേടണമെന്ന് മന്ത്രാലയം അറിയിച്ചിരുന്നു. മന്ത്രാലയത്തിൽ അപേക്ഷിച്ച് ലൈസൻസ് നേടാനുമാകും. വെബ്സൈറ്റുകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പ്രവർത്തിക്കുന്ന ചില ഓൺലൈൻ സ്റ്റോറുകൾ ആവശ്യമായ പെർമിറ്റുകളില്ലാതെ ദേശീയ ചിഹ്നങ്ങൾ ഉൾക്കൊള്ളുന്ന ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അംഗീകൃത ദേശീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ അംഗീകാരം നേടേണ്ടതിൻ്റെ പ്രാധാന്യം മന്ത്രാലയം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ബിസിനസ്സുകൾ അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇ-കൊമേഴ്സ് ലൈസൻസ് നമ്പർ പ്രദർശിപ്പിക്കണമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. കൂടാതെ ഡിജിറ്റൽ വിപണിയിൽ നിയമാനുസൃതമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിന് ഇ-കൊമേഴ്സ് നിയന്ത്രണ ചട്ടക്കൂടിലെ എല്ലാ നിബന്ധനകളും പാലിക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെടുന്നു. മീഡിയ 1 മസ്കത്ത്. കുവൈറ്റിലെ ദേശീയ ചാനലിൽ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന മലയാളി സഹോദരിമാർ തങ്ങളുടെ സ്വന്തം പുസ്തകങ്ങളുമായി ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിലെത്തി. കണ്ണൂർ സ്വദേശികളായ ഇവരുടെ കവിതാ സമാഹാരങ്ങളാണ് മേളയിൽ പ്രകാശനം ചെയ്തത്. പുസ്തകങ്ങൾ മീഡിയ 1 മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി MCA നാസർ പ്രകാശനം ചെയ്തു. കുവൈത്തിലെ ദേശീയ ചാനലായ KTV2-ൽ കുട്ടികൾക്ക് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന കിഡ്സ് റീഡിംഗ് ക്ലബ്ബ് അവതരിപ്പിക്കുന്ന 2 മലയാളി കുട്ടികളുടെ പുസ്തകങ്ങൾ ഷാർജ പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. റിമയും റിയയും. അപ്പോൾ നമുക്ക് അവരുടെ പുസ്തകങ്ങളെ പരിചയപ്പെടാം. റിമ, ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നിങ്ങളുടെ പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഇംഗ്ലീഷിൽ പറയാം. So, my name is Rima Jaffer. I am a grade 9 student studying in the Indian Community School, Kuwait. And the name of my book is The Blooming of Life. It is a collection of poems, but more than a collection of poems, the book is a collection of my ideas, thoughts, experiences and dreams that have been captured in poems which I've written over the past few years. And I love to read, so it was like a dream come true when my book got officially released here. And I would like to tell everyone that, you know, when a writer starts a book, but the reader is the one who truly finishes the book. Because when a reader opens a book, they have a unique imagination, a unique feeling, and every person is unique and personal. So I hope that when everyone reads my book, Blooming of Life, it does not become just my story, but it should become a part of their story too. റിയയുടെ പുസ്തകത്തിൻ്റെ പേരെന്താ? എന്തൊക്കെയാണ് അതിലെ കവിതകളുടെ പ്രത്യേകതകൾ? In my book, its name is actually The Age of Wonders. And in case you guys are wondering, The Age of Wonders is actually our childhood. And I didn't have a specific topic actually. I looked around. I saw several problems which most people ignored. And about those I wrote. Sometimes I wrote based on what happened to me. And that was actually how I started writing. I started writing when I was in kindergarten itself, and it was a really nice experience for me each time I wrote a poem. I'm hoping to start a new book. I'm not exactly sure what the topic will be. It might be poems, or I might even try some stories. തേജസ് പദ്ധതി അടക്കം ഇന്ത്യയുടെ പല പദ്ധതികളിലും സഹകരിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞൻ ജാഫർ അലിയുടെ മക്കളാണ് ഇവർ രണ്ടുപേരും. യാസിർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ഷാർജ. നേതൃപാടവത്തെ ആസ്പദമാക്കി മലേഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ മലയാളി അധ്യാപകൻ എഴുതിയ പുസ്തകം ഷാർജ പുസ്തകമേളയിൽ പുറത്തിറക്കി. ഇന്ത്യയിൽ ആദ്യമായി അറബിയിൽ ഖുറാൻ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ പണ്ഡിതൻ സെയ്ദ് ഇസ്മായിൽ ഷിഹാബുദ്ദീന്റെ മകൻ സെയ്ദ് മുഹമ്മദ് മക്തൂമാണ് ഈ ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ രചയിതാവ്. പിതാവ് നൽകിയ പാഠങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ പുസ്തകം തയ്യാറാക്കിയത് എന്ന് മുഹമ്മദ് മക്തൂം പറഞ്ഞു. എൻ്റെ പേര് സയ്യിദ് മുഹമ്മദ് മക്തൂം. എൻ്റെ സ്വദേശം കണ്ണൂർ ജില്ലയിലെ പാനൂരാണ്. ഞാൻ മലേഷ്യൻ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് സ്കോളറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നത് എൻ്റെ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. ഇൻസൈറ്റ് ടു ലീഡ് വിത്ത് എ വിഷൻ എന്നാണ് എൻ്റെ പേര്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലീഡർഷിപ്പിൻ്റെ ആവശ്യം അത് ഒരു പ്രത്യേക ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല.
ചെറിയ കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, മുതിർന്നവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു മുഖ്യ ഘടകമാണ് എൻ്റെ ജീവിതത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ളത്. അപ്പോൾ അതിനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ നേടിയെടുത്ത ചില വിഷയങ്ങൾ, പാഠങ്ങൾ, അതിനെ ഒരു വിഷ്വലായിട്ട് ആളുകൾക്ക് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഈ പുസ്തകത്തിലൂടെ ചെയ്തിട്ടുള്ളത്. പിതാവിനെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താം പ്രേക്ഷകർക്ക്. എൻ്റെ പിതാവ് സയ്യിദ് ഇസ്മായിൽ ശിഹാബുദ്ദീൻ എന്നാണ് പേര്. ഇന്ന് കേരളത്തിൽ ആദ്യമായി അറബിക് ഭാഷയിൽ പരിശുദ്ധ ഖുർആനിന് അറബി ഭാഷയിൽ തഫ്സീർ എഴുതിയ ഒരു പണ്ഡിതൻ കൂടിയാണ്. അദ്ദേഹത്തിന് 11ഓളം അറബിക് കൃതികളുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഏകദേശം 7ഓളം PhD അദ്ദേഹത്തിൻ്റെ തഫ്സീർ സംബന്ധമായിട്ട് നിലവിൽ വന്നിട്ടുണ്ട്. പുസ്തകം ഒരു ടേബിൾ ടോപ്പ് ഫോർമാറ്റിലാണല്ലോ, അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? അത് എല്ലാ ആളുകൾക്കും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ, അത് ഇന്ന് നമ്മുടെ രീതി, ആളുകൾക്ക് കൂടുതൽ ഇടപെടാനുള്ളൊരു രീതി ഇതാണെന്ന രീതിയിൽ, പിന്നെ നമ്മുടെ സമൂഹം നടക്കുന്ന വഴിയിലെ ഏറ്റവും മികച്ച രീതിയിലാവട്ടെ എന്ന് കരുതിയാണ് ഇത് ഉപയോഗപ്പെടുത്തിയത്. അത് വായനക്കാർക്ക് കൂടുതൽ എളുപ്പമുള്ളതാകട്ടെ. ഇതിൻ്റെ അറബിയും മലയാളം വേർഷൻ വരുന്നുണ്ട്. മീഡിയ വൺ ഷാർജ. ജഹാംഗീർ ഇളയെടുത്തെഴുതിയ ആലുംനി പോർട്ടൽ എന്ന കഥാസമാഹാരം ഷാർജ പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. കവി കുഴൂർ വിൽസൺ പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരൻ P. ശിവപ്രസാദ് ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. MA ഷഹനാസ് പുസ്തകം പരിചയപ്പെടുത്തി. സംവിധായകൻ തമർ, CP ഫൈസൽ, ചാക്കോ ഊളക്കാടൻ, ഷാജി ഹനീഫ് തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് കൊല്ലം ജില്ലാ സെക്രട്ടറി നൌഷാദ് യൂനിസ് എഴുതിയ ചില പുരോഗമന വർത്തമാനങ്ങൾ എന്ന പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു. CP ബാവ ഹാജിയാണ് പ്രകാശനം നിർവഹിച്ചത്. ഇസ്മയിൽ അൽ യാബൂക്ക് ആദ്യ കോപ്പി സ്വീകരിച്ചു. എൻ്റെ പേര് നൌഷാദ് യൂനിസ് എന്നാണ്. ഞാൻ കൊല്ലത്താണ്. എൻ്റെ പിതാവ് യൂനുസ് കുഞ്ഞ് മലപ്പുറത്ത് നിന്ന് MLA ആയിരുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ ഇല്ല. ഞാൻ മുസ്ലിം ലീഗിൻ്റെ കൊല്ലം ജില്ലാ പ്രസിഡൻ്റാണ്. ഈ പുസ്തകം ചില പുരോഗമന വർത്തമാനങ്ങൾ എന്ന പുസ്തകം ഇപ്രാവശ്യം ഷാർജ ബുക്ക് ഫെയറിൽ ഞാൻ റിലീസ് ചെയ്തു. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട, അനുഭവിച്ച അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വിശദീകരണമാണ്. അപ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ട്, സാമൂഹികമായിട്ടുള്ള ജീവിതശൈലികളുടെ കാര്യങ്ങളുണ്ട്, വിദ്യാഭ്യാസ മേഖലയെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പം അതിലുണ്ടാവേണ്ട മാറ്റങ്ങളെക്കുറിച്ച് എൻ്റെ വേർഷനാണ്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് ലോകത്തോട് ഞാൻ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഈ ബുക്കിൽ പ്രതിപാദിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ പറഞ്ഞാൽ കഴിഞ്ഞ 40 വർഷമായിട്ട് ഞങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലുള്ളതാണ്. എഞ്ചിനീയറിംഗ് കോളേജുകളും സ്കൂളുകളും ഒക്കെ നടത്തുന്നൊരു ഒരാളെന്ന നിലയിൽ അവിടെ ഉണ്ടാവേണ്ട പുതിയ മാറ്റങ്ങൾ, സർക്കാരിൽ ഉണ്ടാവേണ്ട ചില ഓർമ്മപ്പെടുത്തലുകളൊക്കെയാണ് ഈ പുസ്തകത്തിലുള്ളത്. അതുപോലെ തന്നെ സാമൂഹികമായും പരിസ്ഥിതിയുമായും ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി ആശങ്കകളും ഒക്കെ ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതെല്ലാം തികച്ചും എൻ്റേതായ ഒരു വേർഷനാണ്. അത് പിന്നെ നമുക്ക് അങ്ങോട്ടൊരു ഇൻ്റർപ്രിട്ടേഷന് വേണ്ടി പിന്നീട് പോകാമെന്നുള്ള രീതിയിലൊക്കെ. ഇത് 17 അധ്യായങ്ങളായിട്ടാണിത് ലേഖനങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ട്. CP ബാവ ഹാജി ആണിത് പ്രകാശനം ചെയ്തത്. അതുപോലെ യാക്കൂബ് അദ്ദേഹമാണിത് പുസ്തകം ഏറ്റുവാങ്ങിയത്. അദ്ദേഹം UAE സ്വദേശിയാണ്, ബിസിനസ്സുകാരനാണ്. അതുപോലെ കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഇതുപോലൊരു പുസ്തകം ഇറക്കിയിരുന്നു. യൂനുസ് കുഞ്ഞ് എൻ്റെ ഫാദർ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ലേഖന സമാഹാരം. അത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതേപോലെ ഷാർജ ബുക്ക് ഫെയറിൽ ഇറക്കിയിരുന്നു. നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിയത്. മീഡിയ വൺ ഷാർജ. ഭാരത് എന്ന പേരാണ് ഇന്ത്യക്ക് കൂടുതൽ ആധികാരികമെന്ന വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ. ദുബൈ മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറിയിൽ വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ ആദ്യ പുസ്തകത്തിന്റെ പേര് ദ ഇന്ത്യ വേ എന്നായിരുന്നുവെന്നും ജയശങ്കർ പറഞ്ഞു. Message which I put, especially the why, my first book was called The India Way. My second book is called Why Bharat Matters. So often a question I get is, and I'm answering it in advance, why am I using the word Bharat, not India? Is because of this, I would say, a more authentic today representation and articulation in the society. And in many ways, I think Prime Minister Modi himself is very representative, symbolic of all of this.
ഗൾഫ് മാധ്യമം സംഘടിപ്പിക്കുന്ന രജത ജൂബിലി ആഘോഷം ഇളനീർ നാളെ നടക്കും. വൈകിട്ട് 5-ന് കുവൈറ്റിലെ ഹവലി അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കുന്ന എന്റെ സ്വന്തം കേരളം പറയുന്നതും പറയേണ്ടതും സംവാദ സദസ്സിൽ ഒ അബ്ദുറഹ്മാൻ, മധുപാൽ, കെ ബാബുരാജ്, നിഷാദ് റാവുത്തർ എന്നിവർ പങ്കെടുക്കും. ഗായക സിത്താരയുടെ നേതൃത്വത്തിൽ ഗാനസന്ധ്യയും അരങ്ങേറും. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈക്ക, കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. അൽ മുക്താദിർ ജ്വല്ലറി ദുബൈയിൽ സംഘടിപ്പിച്ച മെഗാ നറുക്കെടുപ്പിലെ വിജയെ പ്രഖ്യാപിച്ചു. മലയാളിയായ സലീം ചാലുള്ളയ്ക്കാണ് മെഗാ സമ്മാനമായ ലാൻഡ് ക്രൂയിസർ ലഭിച്ചത്. റമദാൻ 1 മുതൽ ദുബായ് ദമാസ്കസ് സ്ട്രീറ്റിലെ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങിയവരെയാണ് നറുക്കെടുപ്പിനായി പരിഗണിച്ചത്. 3, 2, 1, ബിനു പൈറോ. The name is on. Mashallah. Alif Mabruk. അൽ മുക്താദിർ ജ്വല്ലറി ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം, ദുബായ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഡെപ്യൂട്ടി സിഇഒ യൂസുഫ് അൽ ഹാഷ്മി, ഇബ്രാഹിം യാക്കൂത്ത്, കബീർ ബാഖവി തുടങ്ങിയവർ പങ്കെടുത്തു. സീറോ മേക്കിംഗ് മാത്രമല്ല, ദുബായ് റേറ്റിനേക്കാളും മൈനസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ആഭരണങ്ങൾക്കും 916-നും 21 ക്യാരറ്റിനും എല്ലാത്തിനും റേറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങളുടെ ഒരു ഹാർഡ് വർക്കൗട്ട് അതിൻ്റെ പിന്നാവിലേക്ക് ഞങ്ങൾക്ക് മാർക്കറ്റിൽ നൽകാൻ സാധിക്കാനായിട്ട് കേരളത്തിൽ നിങ്ങൾക്കറിയാം, ഇന്ന് ഞങ്ങൾ 380 രൂപയോളം പവന് വില കുറച്ച് പണിക്കൂലി ഇല്ലാതെ ഞങ്ങൾ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള കസ്റ്റമേഴ്സിന് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ കൂടുതൽ ജ്വല്ലറികൾ തുടങ്ങുമെന്ന് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം അറിയിച്ചു. ഒരു നല്ലൊരു പ്രോസ്പെറസ് ആയിട്ടുള്ള വരും മാസങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുക്തദർ ഗ്രൂപ്പും നിലകൊള്ളുന്നത്. കൂടാതെ മുക്തദർ ഗ്രൂപ്പ് UAE-യിലും കൂടുതൽ ഔട്ട്ലെറ്റുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കരാമയിലും ഷാർജയിലും അബുദുബായിലും വരുന്നുണ്ട്. കൂടാതെ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഖത്തർ, സൗദി അറേബ്യ, മറ്റ് GCC നേഷൻസിലും ഞങ്ങൾ ഉടനെ തന്നെ ചുവടുവെപ്പ് വയ്ക്കുന്നു. ഇന്ത്യയിൽ ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ എക്സ്പാൻഷനിലാണുള്ളത്. മികച്ച സ്വർണം ആകർഷക നിരക്കിൽ ലഭ്യമാക്കാൻ കഴിഞ്ഞതാണ് ഇന്ത്യയിലും പുറത്തും അൽ മുക്തദിറിന് സ്വീകാര്യത വർദ്ധിപ്പിച്ചതെന്നും സംരംഭകർ പറഞ്ഞു. മീഡിയ 1 ദുബായ്. കുവൈറ്റിൽ 1535 പൗരന്മാരുടെ പൗരത്വം റദ്ദാക്കുന്നു. ആക്ടിംഗ് പ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് അസ്സബാഹിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. സംശയം തോന്നിയ ഫയലുകൾ പരിശോധിച്ച സുപ്രീം കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് നടപടി. 1959 കുവൈറ്റ് നാഷണാലിറ്റി ലോയിലെ ആർട്ടിക്കിൾ 13-21A വകുപ്പുകൾ അനുസരിച്ച് വ്യക്തികളുടെ പൗരത്വം പിൻവലിക്കുവാൻ സർക്കാരിന് അധികാരമുണ്ട്. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി ഒമാനിലെത്തി. ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അൽ ബക്കറ അദ്ദേഹത്തെ കൊട്ടാരത്തിൽ സ്വീകരിച്ചു. ഇരു നേതാക്കളും നടത്തിയ കൂടിക്കാഴ്ചയിൽ അറബ് മേഖലയിലെ നിലവിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ സാധ്യതയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കൊടുങ്ങല്ലൂർ ഏരിയ മഹല്ല കോർഡിനേഷൻ കമ്മിറ്റി ഖത്തറിൽ മഹല്ല സംഗമം സംഘടിപ്പിച്ചു. 11 മഹല്ലകളിൽ നിന്നുള്ള കുടുംബങ്ങൾ പങ്കെടുത്തു. കൺവീനർ റസാഖ് പത്താഴക്കാട് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. കുവൈറ്റിൽ ജൂവലറിയിൽ നിന്ന് 2 വർഷത്തിനിടെ 1.5 ലക്ഷത്തിലേറെ ദിനാർ വിലമതിക്കുന്ന സ്വർണവും പണവും മോഷ്ടിച്ച കേസിൽ പ്രവാസി പിടിയിൽ. കേസുമായി ബന്ധപ്പെട്ട ഒരു യുവതിയെയും കസ്റ്റഡിയിലെടുത്തതായാണ് റിപ്പോർട്ട്. പ്രതികളെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. ബഹ്റൈനിൽ ഇന്റഗ്രേറ്റഡ് ലീഡേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകീകൃത നേതൃത്വം എന്ന വിഷയത്തിൽ സിംപോസിയം സംഘടിപ്പിച്ചു. അബ്ദുൽ നബി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തു. ബഹ്റൈനിൽ നിന്ന് ബോംബെയിലേക്ക് പോകുന്ന സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി സുനിൽ കുര്യൻ ബേബിക്ക് യാത്രയപ്പ് നൽകി. ഇടവകയുടെ ആഭിമുഖ്യത്തിൽ നടന്ന യാത്രയപ്പിൽ സ്നേഹോപഹാരം കൈമാറി. കഴിഞ്ഞ 3 വർഷക്കാലം കത്തീഡ്രലിന്റെ വികാരിയുമായിരുന്നു സുനിൽ കുര്യൻ. പ്രധാന ഗൾഫ് നഗരങ്ങളിലെ താപനില നോക്കാം. കുവൈറ്റ് സിറ്റി കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. ഖത്തർ കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. ദോഹ കുറഞ്ഞ താപനില 20 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. വിനിമയ നിരക്ക്. സൗദി റിയാൽ 22 രൂപ 49 പൈസ, UAE ദിർഹം 22 രൂപ
99 പൈസ, ഖത്തർ റിയാൽ 23 രൂപ 20 പൈസ, ഒമാനി റിയാൽ 219 രൂപ 39 പൈസ, കുവൈറ്റ് ദിനാർ 274 രൂപ 77 പൈസ, ബഹ്റൈൻ ദിനാർ 224 രൂപ 15 പൈസ.